ആദരണീയരായ വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ ചെറുതും ദുർബലവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചു ജീവിക്കുന്നു. ഒരു ദിവസം നമ്മളൊക്കെയും തിരിച്ചു പോകേണ്ടതുണ്ട്. വളരെ ഹ്രസ്വമായ, വളരെ ചുരുങ്ങിയ കാലമാണ്. മറ്റൊരുപാട് പ്രപഞ്ചത്തിലെ വസ്തുക്കളെ മാത്രമല്ല, ചില ജീവിവർഗങ്ങളെ അപേക്ഷിച്ച് പോലും മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാനുള്ളത് വളരെ ചുരുങ്ങിയ കാലം. ആ കാലഘട്ടത്തിൽ തന്നെ മനുഷ്യന്മാരിൽ അഖിലപേരും പരാധീനതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെയായി ജീവിക്കുന്നവരും ആണ്. വളരെ കുറച്ച് ന്യൂനപക്ഷമായ ചില ആളുകൾക്ക് സാമ്പത്തികമായ ഭദ്രതയുണ്ട്, സൗന്ദര്യമുണ്ട്, അധികാരമുണ്ട്, സ്വാധീനമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതത്തെ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോവാം. എന്നാൽ മഹാഭൂരിപക്ഷം ജനങ്ങളും അങ്ങനെയല്ല. ഒരുപാട് ആഗ്രഹങ്ങളുമായി ജീവിക്കുകയാണ് മനുഷ്യൻ. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അത്യാവശ്യമായ കാര്യങ്ങളാണ്. ഭക്ഷണം കഴിക്കണം, തനിക്ക് മാത്രമല്ല തൻ്റെ കുടുംബത്തിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം, ഒരു വീടുണ്ടാവണം, വസ്ത്രം വേണം തുടങ്ങിയ പ്രാഥമികമായ കാര്യങ്ങൾക്ക് പോലും പലരും ഭൂമിയിൽ വിഷമിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. ഈ ലോകത്തെ ജീവിതത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശിഷ്ട ജീവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരുപാട് ജീവിവർഗങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയനായ മനുഷ്യവിഭാഗം, ചിന്തിക്കുന്ന മനുഷ്യവിഭാഗം, അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം ദുർബലമാണ്. ജീവിതം ദുർബലമാണ്. അള്ളാഹു പറയുന്നു, മനുഷ്യനെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ബഖറയിൽ അത് വിശദീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെ ആദരിക്കപ്പെട്ട മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് വളരെ ചെറിയ കാലവും, ആ ജീവിതമാണെങ്കിൽ ഞൊടിയിട കൊണ്ട് തകർന്നു പോകുന്നതുമാണ്. പല സ്വപ്നങ്ങളും നടക്കാതെ പോകുന്നു. നമ്മുടെ കൺമുമ്പിലുണ്ട് അത്തരത്തിലുള്ള ആളുകൾ. ആരോഗ്യവാൻ ഒരു ദിവസത്തിൽ ആരോഗ്യമില്ലാത്തവനായിത്തീരുന്നു. പണക്കാരൻ ഒരു ദിവസത്തിൽ ദരിദ്രനായി പോകുന്നു. വളരെ പെട്ടെന്ന് നടക്കുന്നു ഇത്തരം മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ജീവിതം കൊണ്ട് തനിക്ക് സുഖിച്ച് ജീവിക്കാമെന്ന് കരുതുന്ന വിഭാഗം ന്യൂനപക്ഷമായിട്ടും ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ ഇത്തരത്തിലുള്ള സുഖലോലുപരായ ആളുകൾ കുറവായിട്ടും അവർക്ക് തന്നെയാണ് ഭൂമിയിൽ സ്വാധീനമുള്ളത് എന്നുള്ളത് ഒരു വൈരുദ്ധ്യമാണ്. എന്തുകൊണ്ടെന്നാൽ അവർ മുന്നോട്ട് വെക്കുന്ന ചിന്തകളും ആശയങ്ങളുമാണ് തന്നെയും പ്രചോദിപ്പിക്കേണ്ടത്, തന്നെയും സ്വാധീനിക്കേണ്ടത് എന്ന് വിശ്വസിക്കുകയാണ് അതിനൊന്നും കഴിയാതെ പോകുന്ന ആളുകളും. അതുകൊണ്ട് തന്നെ തന്നാൽ കഴിയുന്ന സുഖജീവിതം എന്തോ, അതൊരു നിമിഷ നേരത്തെ ലഹരി ഉപയോഗമാവാം, ഏതെങ്കിലും ആൺ പെൺ സൗഹൃദത്തിൽ ഉണ്ടാക്കുന്ന ദുരുപയോഗമാവാം, അത്തരത്തിൽ പലതുമാവാം. താൽക്കാലികമായി എവിടെ വെച്ച് എന്ത് അനുഭവിക്കാനും ആസ്വദിക്കാനും കിട്ടുന്നോ അതനുഭവിച്ച്, അത് ആസ്വദിച്ച് ജീവിച്ച് അവനും അവന്റെ ജീവിതം അങ്ങനെ മാറ്റിമറിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് നാം മനസ്സിലാക്കണം, നമുക്ക് ഈ ഭൂമിയിൽ ജീവിതം തന്നത് അള്ളാഹുവാണ്. നമ്മളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പിതാവായിട്ട് നമ്മൾ ഗർഭാവസ്ഥയിൽ രൂപപ്പെട്ടു വരുമ്പോൾ നമുക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ പുറത്തു പോയി, മാർക്കറ്റിൽ പോയി, ഫാർമസിയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തതേ അല്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അങ്ങനെയാണ്. നമുക്കായി ഒരു അധ്വാനവുമില്ലാതെ തന്നെ വളരെ വിസ്മയകരമായ രീതിയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത്യത്ഭുതകരമാണ്, സംഭവ ബഹുലമാണ് മനുഷ്യന്റെ ജീവിതം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
എന്നാൽ ഈ ജീവിതത്തെ, ഇത്രമേൽ കൗതുകവും ഇത്രമേൽ അത്ഭുതകരമായ ജീവിതത്തെ നിസ്സാരവൽക്കരിക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ എവിടെയാണ് ഒരു തിരിച്ചറിവ് നമ്മൾക്ക് ലഭിക്കേണ്ടത്? നമ്മളൊക്കെയും ജീവിതത്തെ കണ്ട, ജീവിതം ഇങ്ങനെയാണെന്ന് ചിന്തിച്ച ആ അവസ്ഥ മാറി വരേണ്ടതുണ്ട്. ദുനിയാവിലെ ഏറ്റവും ചെറിയ കാലഘട്ടം സുഖിച്ച് ആസ്വദിച്ച് ജീവിക്കേണ്ടതാണ് എന്ന ചിന്ത, ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, അതങ്ങ് ആർഭാടത്തോടെ കഴിഞ്ഞു കളയാമെന്ന് പലരും വീമ്പളക്കാറുണ്ട്. അതല്ല യാഥാർത്ഥ്യം. ഈ ഒരു ജീവിതം അഥവാ ഗർഭാശയത്തിൽ, തൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ രൂപപ്പെടുന്ന കുഞ്ഞിനെ അതിൻ്റെ 4-ാം മാസം മുതൽ അല്ലെങ്കിൽ 5 മാസം പൂർത്തിയാകുന്നതിനിടയ്ക്ക് റൂഹ് നൽകിക്കൊണ്ട് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ആ റൂഹിന് പിന്നെ മരണമില്ല, ആ റൂഹിന് പിന്നെ അവസാനമില്ല. അത് അഭംഗരം തുടരുന്നു, അത് അഭംഗരം തുടർന്നു പോവണം. ഒരു ഘട്ടത്തിൽ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നു, മരിച്ചു പോകുന്നു. പക്ഷേ റൂഹ് അവിടെ ബാക്കിയാണ്. ഭൂമിയിലെ ജീവിതത്തിന് ശേഷം റൂഹ് ഖബറിൽ ജീവിക്കുന്നു. പിന്നെ പരലോകത്ത് ഒത്തുകൂടി അള്ളാഹുവിന്റെ തീരുമാനമെന്തോ, തന്റെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമെന്തോ അതനുസരിച്ചും ആ റൂഹ് ജീവിക്കേണ്ടി വരുന്നു. പറഞ്ഞു വരുന്നത്, ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു റൂഹും ഒരു ജീവനും അവസാനിക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ചെറിയ ജീവിതം ആസ്വാദനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടതല്ല, ഗൗരവതരമായ ആലോചനയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയേണ്ടതുണ്ട്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് ഖലഖൽ മൗത വൽ ഹയാത, നിങ്ങൾക്ക് മരണവും ജീവിതവും തന്നത്. മരണത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞിരിക്കുന്നത്, മരണവും ജീവിതവും തന്നിരിക്കുന്നത് ഇവിടെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവനാര് എന്ന് തിരിച്ചറിയാൻ വേണ്ടി, ആ കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് നമുക്ക് ജീവിതവും മരണവും മരണാനന്തരമുള്ള ജീവിതവും തന്നിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ജീവിതം നമുക്കായി നൽകിയ അള്ളാഹു നമുക്ക് മാർഗദർശനവും നൽകിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ജീവിക്കണം, അള്ളാഹു നമുക്ക് നൽകിയ മഹാ അനുഗ്രഹങ്ങൾ. എനിക്ക് സംസാരിക്കാൻ ഇവിടെ കഴിയുന്നത് പോലും അള്ളാഹു നൽകിയ അനുഗ്രഹം കൊണ്ടാണ്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഞാൻ അള്ളാഹുവിനോട് തിരിച്ചു കാണിക്കേണ്ടുന്ന നന്ദി എങ്ങനെയാണ് എന്ന തിരിച്ചറിവ് മനുഷ്യന് കിട്ടിക്കൊള്ളണമെന്നില്ല, അവന്റെ അറിവിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു വളരെ വ്യക്തമായി സ്പഷ്ടമായി ഓരോ മനുഷ്യനും ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് പഠിപ്പിച്ചു. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. സ്വന്തം താല്പര്യം മാത്രം, സ്വന്തം അപ്പം തേടി, സ്വന്തം ഭക്ഷണം തേടി അത് സ്വയം മാത്രം കഴിച്ച് ഒതുങ്ങിക്കൂടേണ്ടവനല്ല മനുഷ്യൻ. അവൻ സാമൂഹിക ജീവി എന്ന നിലക്ക് അവനിലൂടെ ഉയർത്തിരിഞ്ഞു വരുന്ന ബന്ധങ്ങളെ അവൻ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കളുമായുള്ള ബന്ധം. അത്ര തന്നെ പ്രധാനപ്പെട്ടതാണ് ഭാര്യയും ഭർത്താവും മക്കളുമായുള്ള ബന്ധം. ഈ ബന്ധങ്ങളെയൊക്കെ ഏറ്റവും മൂല്യവത്തായ രീതിയിൽ കൈയാളാൻ ഇസ്ലാം മനുഷ്യനോട് പറഞ്ഞിരിക്കുകയാണ്. മാതാപിതാക്കളോട് ഛേ എന്ന് പോലും, വലാ തഖുൽ ലഹുമാ ഉഫിൻ എന്ന് പോലും പറയരുത് എന്ന്, അത്തരത്തിൽ ഒരു നീരസമുണ്ടാകുന്ന നോട്ടം പോലും അവരോട് ഉണ്ടാവരുത് എന്ന് ഖുർആൻ പറഞ്ഞു. ഖുർആൻ മാത്രം പറഞ്ഞു. അത്രമേൽ വൃദ്ധരായി, അഗതികളായി, അല്ലെങ്കിൽ നിസ്സഹാരായി, ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ, ഒന്ന് സംസാരിക്കാൻ കഴിയാതെ, ഒരിറക്ക് വെള്ളം പോലും ഇറക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ നാളെ ആ മാതാപിതാക്കളെ കൊണ്ടൊരു ഗുണവുമില്ലാത്ത ഒരവസ്ഥ വന്നെത്തിയാൽ പോലും അവരെ നേർത്ത രീതിയിൽ പോലും അവരോട് പ്രയാസകരമായ ഒരു സമീപനം ഒരു വിശ്വാസിക്കുണ്ടാവരുത് എന്നതാണ് ഇസ്ലാമിന്റെ കൽപ്പന. അങ്ങനെ ഉണ്ടായാൽ തന്റെ മാതാവിനോട്, പിതാവിനോട് അങ്ങനെ ഒരു സമീപനം ഒരാൾ കാഴ്ചവെച്ചാൽ അവൻ ഈ ദുനിയാവിൽ ജീവിച്ച അവന്റെ കാലഘട്ടത്തിലെ എല്ലാ സൽക്കർമ്മങ്ങളും ധൂളികളായി പോകും, താറുമാറായി പോകും. അതുകൊണ്ട് തന്നെ അള്ളാഹു മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ
ഒരു വലിയ ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യം ഒന്ന്, അവന്റെ ജീവിതത്തിൽ നിർവഹിക്കേണ്ടുന്ന ദൗത്യങ്ങൾ ഇന്നതാണ് എന്ന് പഠിപ്പിച്ചിരിക്കുന്നു. മറ്റൊന്ന് മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ. മൂന്നാമത്തത് അവൻ സ്വയമേവ ഏറ്റവും നല്ല ഉത്കൃഷ്ട വ്യക്തിത്വത്തിന്റെ ഉടമയാവണം. കളവും ചതിയും വഞ്ചനയും പരദൂഷണവും അത്തരത്തിലുള്ള തിന്മകളുടെ ഒന്നിലേക്കും ചാഞ്ഞു പോകാത്ത രീതിയിൽ മനുഷ്യൻ ജീവിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ താല്പര്യം. പറഞ്ഞു വരുന്നത്, ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചു വന്നാൽ ആ വീടിന് മാത്രമല്ല ആ സമൂഹത്തിന് പോലും ആ കുഞ്ഞ് നിഷ്കളങ്കനായ മനുഷ്യനായി തീരണം, മാതൃകയായി തീരണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ താല്പര്യം. നമ്മളിങ്ങോട്ടേക്ക് നടന്നു വരുമ്പോ വടിയിലൊരു തടസ്സമുണ്ടായാൽ അത് നീക്കണമെന്ന് നമ്മോട് ഇസ്ലാം കൽപ്പിച്ചു. അത് ഈമാനിന്റെ ഭാഗമാണ്. എന്തിനാണ് ആ വടിയിലെ തടസ്സം നമ്മൾ നീക്കുന്നത്? നമുക്ക് ശേഷം വരുന്നവൻ ചിലപ്പോ നമ്മളെ ഇന്നലെ വരെ എതിർത്ത മനുഷ്യനായിരിക്കാം, ചിലപ്പോ നമ്മൾ ആക്രമിക്കാൻ ഓടി വരുന്നവനായിരിക്കാം, ഗൂഢാലോചന നടത്തുന്നവനായിരിക്കാം. ആരോ ആവട്ടെ, അവന് പോലും പഥേയമൊരുക്കി കൊടുക്കുക, വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ മൂല്യവത്തായ ചിന്ത. ഇത് മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവും മാത്രമല്ല, അയൽക്കാരും സഹജീവിയും, ഒന്നിച്ച് ജോലി ചെയ്യുന്ന ഒന്നിച്ചുള്ള സഹപ്രവർത്തകരും, നാട്ടുകാരും, സത്യവിശ്വാസികളും, അറിയുന്നവരും അറിയാത്തവരും ഒക്കെ തന്നെ ഈ ബന്ധത്തിന്റെ കണ്ണികളായി ചേർക്കപ്പെടേണ്ടതുണ്ട്. അറിയാതെ പോയ ആളുകൾക്ക് പോലും, നാളെ കാണാൻ പോലും കഴിയാത്ത ആളിന് പോലും സക്കാത്തിനൊരു വിഹിതമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അത്രമേൽ ശക്തമാണ് ഇസ്ലാമിന്റെ സന്ദേശം എന്നാ തിരിച്ചറിയണം. ഈ സന്ദേശം ജനങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. നമ്മൾ ഒരുപാട് കഥകൾ വായിച്ചവരാണ്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചവരാണ്. ചില പുസ്തകങ്ങൾ ഒന്നും അതിലധികവും തവണ വായിച്ചതും ഇനി ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടി വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരുപാട് പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. ഒരുപാട് തവണ ഒരേ പാട്ടുകൾ ആവർത്തിച്ച് പാടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ കുറെ ആസ്വാദനം നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിനെയൊക്കെ കവച്ചു വെക്കുന്ന, ഒരിക്കലും മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമാവാത്ത വിധത്തിൽ പടച്ചവൻ ഇറക്കിയ ആ ഖുർആനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും പടച്ചവൻ എന്ന വാഗ്ദാനം പുലർന്നുകൊണ്ട് ഈ പുതിയ കാലത്തും പുലർന്നുകൊണ്ട് നിലനിൽക്കുകയാണ് ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ഒരു പാട്ട്, ഒരു പുസ്തകം, ഒരു കഥ, ഒരു നോവൽ, ഒരു ചരിത്രം, ഇതിനേക്കാളൊക്കെ നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെക്കേണ്ടുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്ന ചിന്തയിൽ നമ്മുടെ മനസ്സ് ഉടക്കിയിട്ടുണ്ടോ ഇല്ലേ? റമദാൻ കഴിഞ്ഞു. റമദാൻ നമ്മൾ ഒരുപാട് തവണ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടാവും, അർത്ഥവും വായിച്ചിട്ടുണ്ടാവാം. റമദാന് ശേഷമുള്ള ഈ 2 മാസക്കാലത്തിൽ ഒരു ദിവസമെങ്കിലും വീട്ടിലിരുന്ന് തന്റെ മാതാപിതാക്കള്, മക്കള്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായി ഖുർആന്റെ ഈ ആയത്ത് ഇത് പറഞ്ഞത് നോക്കൂ, അല്ലെങ്കിൽ ഇതെന്താണ് പറഞ്ഞത്, ഇതിന്റെ ആശയം എന്താണ് എന്നതിനെ കുറിച്ച് ഒരു ചർച്ച നടത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച നടത്താറുണ്ട്. സംശയാസ്പദമായ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന് അതിനെ പരദൂഷണമായി, ഈബത്തായി, നമീമത്തായി പുറത്തെത്തിക്കുന്ന പരിപാടികൾ വരെ നമ്മൾക്കിടയിലുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ വീടുകളിൽ ചർച്ച നടക്കാറുണ്ട്. മഴയെക്കുറിച്ച് ഗൗരവതരമായ ചർച്ചകൾ നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഖുർആനെ കുറിച്ച് നമുക്ക് എത്രമേൽ ചർച്ച നടത്താൻ കഴിയുന്നുണ്ട് ഓരോ ദിവസവും. പോട്ടെ, ആഴ്ചയിലൊരു ദിവസം, വേണ്ട മാസത്തിലൊരു ദിവസം കഴിയുന്നില്ലേ ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ അമലുകൾ ചെയ്യുന്നു, നമ്മൾ നമസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, സക്കാത്ത് നൽകുന്നു, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു. ഖുർആനെങ്ങാനും പഠിക്കാതെ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ സൽക്കർമ്മങ്ങൾ ചെയ്തു വരികിൽ അള്ളാഹുവിന്റെ ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ ചൂളിപ്പോകുന്ന ഒരു ഘട്ടമുണ്ട്. എന്തുകൊണ്ട് ഈ സന്ദേശങ്ങളൊക്കെ നൽകിയ ഖുർആനെ നോക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പാകെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മറ്റുള്ള സൽക്കർമ്മങ്ങൾ പോലും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം.
പറഞ്ഞു വരുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമായി വിശുദ്ധ ഖുർആനെ ചേർത്ത് വെക്കണം. ഒരാൾ മാത്രം വെച്ചാൽ പോരാ. ഭർത്താവ് ചേർത്ത് വെക്കുമ്പോൾ ഭാര്യയെ കൂടി അതിൽ പങ്കാളികളാക്കണം, മക്കളെ കൂടി അതിൽ ചേർത്ത് വെക്കണം. ഭാര്യയാണ് ഖുർആനുമായി ഇങ്ങനെ പാരായണം ചെയ്ത് അർത്ഥം മനസ്സിലാക്കി പഠിച്ചു വരുന്നതെങ്കിൽ ഭർത്താവിനെയും മക്കളെയും കൂടി അതിൽ ചേർത്ത് പിടിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ചേർത്ത് പിടിക്കലിലൂടെ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായാൽ ഉറപ്പായും പറയുന്നു, ലോകത്തെ എന്തെന്ത് ഗൗരവതരമായ ദുരന്തങ്ങൾ നമ്മുടെ കൺമുമ്പിൽ വന്നാലും, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും ഖുർആൻ നമ്മെ സംരക്ഷിക്കും. ഖുർആൻ നമ്മുടെ മനസ്സിന് ശാന്തി നൽകും. അതാണ് ഖുർആൻ. ഏതൊരു പ്രളയത്തെയും അതിജയിക്കാൻ കഴിയുന്ന കരുത്തുണ്ട് ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ഇത് വെറും ഒഴിവാക്കല്ല. ഖുർആൻ ഏതായാലും നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇത്തരം ഖുതുബകളിൽ നിന്നും പ്രഭാഷണങ്ങളിൽ നിന്നൊക്കെ ഖുർആൻ വചനങ്ങൾ കേൾക്കാറുണ്ട്, അത്യാവശ്യം വായിക്കാറുണ്ട്, പാരായണം ചെയ്യാറുണ്ട്. അത് മതി എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞ്, ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് വലിയ പെരുന്നാൾ വരുമ്പോൾ പോലും ചെറിയ പെരുന്നാൾക്ക് പുതുവസ്ത്രം എടുത്ത നമ്മൾ വലിയ പെരുന്നാൾക്കും വസ്ത്രം എടുക്കുന്നുണ്ട് 2 മാസത്തെ കാലയളവിൽ പോലും. ഓരോ സന്ദർഭത്തിലും നമ്മെ തന്നെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സന്ദർഭത്തിലും നമ്മളെ തന്നെ നമ്മൾ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. എന്തേ ഖുർആന്റെ വിഷയത്തിൽ അതങ്ങനെ നടക്കട്ടെ, അപ്പടിച്ചത് മതി, നമുക്കൊക്കെ അറിയാവുന്നതുണ്ട്, അത്ര മതി എന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു തലത്തിലേക്ക് നമ്മൾ താണു പോകുന്നു. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം അത് വളരെ ഗൗരവതരമായി തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നമ്മൾ അറിഞ്ഞ കേട്ട ഒരുപാട് തവണ പഠിച്ച ഹദീസാണ്. ഏറ്റവും നല്ല മനുഷ്യൻ, നിങ്ങളിൽ ഉത്തമൻ, ശ്രദ്ധേയനായ മനുഷ്യൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും എന്നുള്ള ആ ഘട്ടത്തിൽ അധ്യാപകനൊരു നിലയുണ്ട്, വിദ്യാർത്ഥികൾക്ക് വേറൊരു നിലയാണ്. എന്നാൽ ഇവിടെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവന് ഒരേ നില, ഒരേ സ്ഥാനം നൽകിയിരിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ പ്രസക്തമാണ് ഖുർആൻ. ഊരിരുട്ടിൽ പ്രകാശം പരത്തുന്ന വഴികാട്ടി തന്നെയാണ് ഖുർആൻ. നമ്മുടെ മനസ്സമാധാനത്തിന്, നമ്മുടെ ആത്മശാന്തിക്ക്, നമ്മുടെ നിർവൃതി ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള അവസ്ഥക്ക് കരുത്ത് പകരുന്നതാണ് വിശുദ്ധ ഖുർആൻ. റമളാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് തവണ കേട്ട വിശുദ്ധ ഖുർആന്റെ വചനമുണ്ടല്ലോ, സൂറത്തുൽ ബഖറയിൽ 155-ാമത്തെ ആയത്ത്. ശഹ്റു റമളാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മാർഗദർശനമാണിത്, നേർവഴി കാട്ടുന്നതാണിത്, സത്യവും അസത്യവും വേർതിരിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണിത്. ഖുർആനെ കുറിച്ച് പറയാം. ഈ ഖുർആൻ ഇറങ്ങിയത് റമളാനിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആന്റെ സവിശേഷത പറയുന്നത് സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കാൻ കഴിയുന്നു. ഭൗതികമായ ഒരറിവിനും സത്യമേത് അസത്യമേത്, നന്മയേത് തിന്മയേത് എന്ന് കൃത്യതയോടെ വിവച്ഛേദിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിവില്ല. ആധുനിക പഠനത്തിലൊന്നും അത്തരം ഒരു മാർഗനിർദ്ദേശം നൽകാനില്ല. ഒരു ഭൗതികവാദിയും നന്മയെയും തിന്മയെയും ഇത്തരത്തിൽ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടുമില്ല. ചിലർക്ക് മദ്യപിക്കുന്നത് തിന്മയല്ല, ചിലർക്ക് പലിശയുമായി ജീവിതം കൊണ്ടുപോകുന്നത് തിന്മയല്ല, ചിലർക്ക് ആൺ പെൺ സൗഹൃദം തിന്മയല്ല. പക്ഷെ ഇസ്ലാം അന്ന് പറഞ്ഞ അതേ തിന്മ ഇന്നും തിന്മയായി നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. ഈ തിന്മകൾ, ഇതിനെയൊക്കെ പലിശ ആവട്ടെ, ആൺ പെൺ സൗഹൃദമാവട്ടെ, ഇനി മദ്യപാനമാവട്ടെ, എന്തേത് തിന്മയാവട്ടെ, അതിന്നും തിന്മയായി സമൂഹത്തിൽ അപകടം വിതച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. മദ്യപാനം മൂലമുണ്ടാകുന്ന കുടുംബ തകർച്ചകൾ നമ്മൾ നിത്യേന കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകം വരെ അതുമൂലമുണ്ടാകുന്നു. പലിശ എത്രയോ കുടുംബങ്ങളെ ആകെ വരിഞ്ഞു മുറുക്കി അവരെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞ സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. ആൺ പെൺ സൗഹൃദം പോലും ഇതാ ഇന്നലെയും മെഞ്ഞാന്നുമൊക്കെ നമ്മൾ കേട്ട വാർത്തകൾ കാണാം. കഴുത്തറുത്ത് കൊന്നതും
വിഷം കൊടുത്തു കൊന്നതും, അങ്ങനെ ഒരുപാട് കഥകൾ. ഇതൊക്കെയും അവസാനിക്കുന്നത് ശാന്തിയില്ലാത്ത, സമാധാനമില്ലാത്ത, ലോകത്തെ ഏറ്റവും ചെറിയ, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ നമ്മുടെ ഏറ്റവും ചെറിയ ജീവിതഘട്ടത്തിൽ അശാന്തമായ ഒരു അന്തരീക്ഷം നൽകുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് വസ്തു. അതുകൊണ്ട് തന്നെ ഖുർആൻ അന്ന് തിന്മയായി പറഞ്ഞ ഒരു കാര്യവും ഇന്ന് അല്ല കേട്ടോ, ഇന്നത് നന്മയാണെന്ന് തിരുത്തു പറയാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. അന്ന് നന്മയാണെന്ന് പറഞ്ഞ ഒരു കാര്യവും ഇന്നത് തിന്മയായിട്ടുണ്ട് കേട്ടോ എന്നും ഒരിക്കലും ഒരാൾക്കും പറയാൻ കഴിയാത്ത വിധത്തിൽ കാലാധിവർത്തിയായി വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ നിലകൊള്ളുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഖുർആനുമായി ഇറങ്ങിച്ചേർന്നുകൊണ്ടുള്ള, ഖുർആനെ സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തെ കുറിച്ചായിരിക്കണം നമ്മൾ ആലോചിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് താഹയിൽ പറയുന്നു, വമൻ അഅറളഅൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ വൻകാ. ആരെങ്കിലും എന്റെ ഉത്ബോധനത്തെ അഥവാ ഖുർആനെ വിട്ട് തിരിഞ്ഞു കളയുന്ന പക്ഷം തീർച്ചയായും അവന് ഇടുങ്ങിയ കുടുസായ ഒരു ജീവിതമായിരിക്കും ഉണ്ടായിരിക്കുക. സമാധാനം അവനിൽ നിന്ന് അകന്നു പോകും. ജീവിതത്തിൽ ചിലപ്പോൾ നല്ല നേട്ടങ്ങൾ, ഭൗതികപരമായ നേട്ടങ്ങളൊക്കെ കിട്ടിയേക്കാം. പക്ഷേ ശാന്തി എന്നൊരവസ്ഥ, സമാധാനം എന്നൊരവസ്ഥ അവനിൽ നിന്ന് ഇല്ലാതായി പോകും. ഖുർആനാണ് ഇത് പറയുന്നത്, വിശുദ്ധ ഖുർആനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ തിരിച്ചറിയാൻ വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങിയേ പറ്റൂ. കേവലം മുൻകാലങ്ങളിൽ മദ്രസകളിൽ, പള്ളി ദർസുകളിൽ എവിടെ നിന്നൊക്കെ കേട്ട് വായിച്ച അറിവുകളിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ഖുർആന്റെ അറിവിനെ പരിമിതപ്പെടുത്തേണ്ടവരല്ല നാം എന്നുകൂടി നാം തിരിച്ചറിയുക. അതനുസരിച്ച് ഖുർആന്റെ ഉത്ബോധനം തന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, തന്റെ ഉച്ഛ്വാസ നിശ്വാസമാണ് എന്ന തിരിച്ചറിവിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.